ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷൈലൂസ് വേൾഡിസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായ ഇല്ലാതെ മുരിങ്ങയിലിട്ട് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. എല്ലാവരും വെക്കുന്നതൊക്കെ തന്നെയായിരിക്കും. എന്നാലും ചക്കക്കുരു ഒരുക്കാൻ ഒരു എളുപ്പമാർഗ്ഗം 4ആക്കി കീറി അതിൻ്റെ പുറംതൊലി മാത്രം കളഞ്ഞാൽ മതി. അകത്തൊലി നല്ലതാണ്, ക്യാൻസറിനെ ചെറുക്കാനും മറ്റും നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പം ഞാൻ 4ആക്കി മുറിച്ച ചക്കക്കുരു പുറംതൊലി മാത്രം കളഞ്ഞ് കുക്കറിലിട്ട് ഉപ്പൊഴിക്കാതെ വേവിക്കുന്നു. ഒഴിച്ചാൽ വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉപ്പൊഴിക്കാതെയാണ് ഞാൻ ചക്കക്കുരു വേവിക്കുന്നത്. നന്നായിട്ട് വെന്ത ചക്കക്കുരു ശരിക്കും വെന്ത് ഉടയ്ക്കണം, നല്ലതാണ്. അപ്പം തേങ്ങ കുറച്ച് അരച്ചാൽ മതി. അങ്ങനെ വീട്ടിൽ നിന്ന് പറിച്ച ചക്കയുടെ കുരുവും വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങയും വീട്ടിൽ നിന്ന് തന്നെ പറിച്ച മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ കറി വെക്കുന്നത്. പുറമെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്നറിയില്ല, ക്ഷമിക്കുക. നന്നായി വെന്ത ചക്കക്കുരുവിലേക്ക് ഒരു 5-8 വിസിലടിക്കണം കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വെന്താലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരിഞ്ഞു വെച്ച മാങ്ങയും നന്നാക്കി വെച്ച മുരിങ്ങയിലയും കൂടെ ഇട്ട് വീണ്ടും 2 വിസിൽ കൂടെ അടുപ്പിക്കുക. മാങ്ങയ്ക്ക് 2 വിസിൽ മതിയാവും, ചക്കക്കുരുവിന് 5-8 വിസിൽ വേണം. അങ്ങനെ നന്നായിട്ട് വെന്ത ചക്കക്കുരുവിലേക്ക് മാങ്ങയും മുരിങ്ങയിലയും ഇട്ട് വേവിച്ച് അതിലേക്ക് വേവിക്കാൻ നേരത്തെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം കേട്ടോ. അതിലേക്ക് കഴുകിയ മാങ്ങയും മുരിങ്ങയിലയും ഇട്ട് കൊടുക്കുക. ഈ ചക്കക്കുരു ഒന്ന് ഉടച്ച് എടുക്കുകയാണെങ്കിൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. തേങ്ങ കുറച്ച് അരച്ചാൽ മതി കേട്ടോ. നമുക്കതിലേക്ക് മുരിങ്ങക്കായ ഇല്ലാത്തതുകൊണ്ട് മുരിങ്ങയുടെ ഇലയും ചക്കക്കുരുവും മാങ്ങയുടെ കറി വെച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് മുരിങ്ങക്കായ ഇല്ലാതെ കറി വെക്കണം. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, പരിപ്പിലൊക്കെ മുരിങ്ങയിലിട്ട് നമ്മൾ വെക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചീഞ്ചട്ടി പാചകത്തിന് ഉപയോഗിക്കുന്ന ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുമില്ല. ഞാൻ ചെമ്മീൻ വറക്കാൻ മാത്രമാണ് അലുമിനിയം ചീഞ്ചട്ടി ഉപയോഗിക്കാറുള്ളൂ. ചെമ്മീൻ വറക്കാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചെമ്മീൻ നമുക്ക് ചക്കക്കുരുവിലിടാനുള്ള ചെമ്മീൻ വറുക്കാം. ഞാൻ ചെമ്മീത്തിൻ്റെ തലയും പാലൊന്നും കളയാറില്ല, ഇങ്ങനെ തന്നെ ഇട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണുമ്പോൾ ആ ഭംഗി മാറാൻ വേണ്ടി വാങ്ങിക്കഴിയുമ്പോൾ പതുക്കെ ഒന്ന് അത് പൊടിച്ച് അതിൻ്റെ തല എടുക്കും. അങ്ങനെയാണ് ചെമ്മീത്തിൻ്റെ എല്ലാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഈ ചെമ്മീൻ വറുക്കാം. എന്നിട്ട് നമുക്കത് ചക്കക്കുരു ഉപ്പൊഴിക്കാതെയാണ് വേവിച്ചത്, എന്നാലാണ് അത് പെട്ടെന്ന് വേവുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഇപ്പം മുരിങ്ങയിലയും മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വേവിച്ചതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ തേങ്ങ അരച്ചൊഴിച്ച് ഉപയോഗിക്കുക. താളിക്കൊന്നും വേണ്ട കേട്ടോ, താളിച്ചാൽ രുചി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ വയ്ക്കാറ്. നിങ്ങളും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ. താങ്ക് യു.